നിങ്ങൾക്കറിയാം, ഞാൻ ഏകദേശം 2ഓളം വീഡിയോ ആണ് ചെയ്തത്. യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷനെ പറ്റി. പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തു പറഞ്ഞ പേര് ജാസ്മിൻ ഷാ, അതിൻ്റെ ലീഡർ. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ജാസ്മിൻ ഷാ എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ലോകത്തിലെ നേഴ്സുമാരുടെ ഗോഡ് ഫാദർ, അങ്ങനെയാണ് ഒരു യൂട്യൂബർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. കാരണം അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും നേഴ്സസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവത്തില്ല. ആ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം ആരാണ് പറഞ്ഞത്. അതേപോലെ തന്നെ പറഞ്ഞു, അദ്ദേഹത്തിന് ക്ലീൻ ഇമേജ് കൊടുത്തു. പൂർണ്ണമായിട്ടും കേരളത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസുകൾ കള്ളക്കഥയാണ്, അദ്ദേഹം ജയിലിൽ കിടന്ന് വെറുതെയാണ്, മുഴുവനും ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്. അപ്പം ഞാൻ സീനിയറായിട്ടുള്ള ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. അപ്പം ഇതെല്ലാം ചേർത്ത് വെച്ച് ഇത് ക്ലബ് ചെയ്ത് ഉള്ള ഒരു വീഡിയോ ആണ്, എൻ്റെ റിപ്ലൈ ആണ് ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നമ്മുടെ ജാസ്മിൻ ഷാ, മാത്യു സാമുവൽ എന്ന് പറഞ്ഞ എന്നെ പറ്റി പറഞ്ഞത്, ഞാൻ മഞ്ഞ പത്രക്കാരനാണ്, അതായത് യെല്ലോ ജേർണലിസം. ബേസിക്കലി ജാസ്മിൻ ഷായ്ക്ക് ജേർണലിസത്തെ പറ്റി ഒരു കുന്തം അറിയത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ യെല്ലോ ജേർണലിസം എന്ന് പറഞ്ഞ പേര് ഉള്ള ജേർണലിസ്റ്റിൻ്റെ പേരിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അവാർഡ് കൊടുക്കുന്നത്. അദ്ദേഹം അതെടുത്ത് വായിച്ച് നോക്കിയോ. കാരണം ഇവൻ ഏക്കും പൂക്കും അറിയാത്ത പക്കാ സുഡാപ്പിയെ, അതിൻ്റെ പേരിലാണ് എന്താണ് യെല്ലോ ജേർണലിസം എന്ന് അറിയത്തില്ല. ബേസിക്കലി എന്തുവാണ് ഈ സംഭവം. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ നോക്കി, എന്നെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നെ കേൾക്കുന്ന പിന്നെ മൂന്നാമതൊരു പോയിൻ്റ് ഉണ്ട്. ഞാൻ കേരളത്തിലെ നേഴ്സസ്മാരെ അവരെ കുടാപ്പൻ എന്ന് വിളിച്ചു. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് റിപ്ലൈ തരാം. അപ്പോൾ ആദ്യം യെല്ലോ ജേർണലിസ്റ്റായ മാത്യു സാമുവൽ, അതായത് ഞാൻ. അപ്പം ബേസിക്കലി നിങ്ങൾ ഗൂഗിളൊക്കെ ഉണ്ട്, നിങ്ങളെടുത്ത് സെർച്ച് ചെയ്ത് നോക്കണം ഞാൻ ചെയ്ത ജേർണലിസം എന്താണെന്ന്. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏതെങ്കിലും ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് ഞാൻ ചെയ്ത പോലെയുള്ള ജേർണലിസം, അതായത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, മറ്റേ ചർച്ചകളല്ല, ഇതേപോലെ ചർച്ചകളൊന്നുമല്ല, വീഡിയോകളല്ല, ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. ഇപ്പം എന്നെപ്പറ്റി പെൻഗിൻ പബ്ലിഷ് ചെയ്ത് 2003 പബ്ലിഷ് ചെയ്ത മാർക്ക് ടള്ളിയുടെ പുസ്തകമുണ്ട്, ഇന്ത്യ ഇൻ സ്ലോ മോഷൻ. അത് കഴിഞ്ഞ് 8ഓളം പുസ്തകങ്ങൾ ഞാനിന്ന് വരെ എഴുതിയിട്ടില്ല. എന്നെപ്പറ്റി പലരും ബുക്സ് എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എത്രമാത്രം ചേഞ്ചാണ് ഇന്ത്യൻ ജേർണലിസത്തിൽ ഞാൻ വരുത്തിയത്. കൃത്യമായിട്ട് എഴുതിയേക്കുന്നത് ഡോക്ടർ P. സായിനാഥ്, അതായത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഹിന്ദുവിലൊരു ജേർണലിസ്റ്റായിരുന്നു. ഇപ്പം അദ്ദേഹം ജേർണലിസം ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പം അദ്ദേഹം ഉൾപ്പെടെ പലരും ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, ഗ്ലോബലായിട്ടുള്ള മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനെന്ത് കോൺട്രിബ്യൂഷനാണ് ഇന്ത്യൻ ജേർണലിസത്തിനും ഗ്ലോബൽ ജേർണലിസത്തിനും ചെയ്തത്. പിന്നെ ഞാനൊരു കാര്യം ഇത് കേൾക്കുന്നവരോട് ചോദിക്കട്ടെ, ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഇത് എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമാണ്. ഞാൻ ഡൽഹിയിലാണ് എൻ്റെ ജേർണലിസം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ കേട്ട് കാണും ക്രിക്കറ്റ് കോഴ, അതൊക്കെ ഞാനായി പുറത്തു കൊണ്ടുവന്നേക്കുന്നത്. അതേപോലെ ഓപ്പറേഷൻ വെസ്റ്റിൻ്റെ തെഹൽക്ക, അത് ഞാനാ പുറത്തു കൊണ്ടുവന്നത്. അതേപോലെ കൽക്കട്ടയിൽ വെസ്റ്റ് ബംഗാളിൽ നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ, ശാരദ, തമിഴ്നാട്ടിൽ കോടനാട് എസ്റ്റേറ്റ് 5 പേരെ കൊന്ന സംഭവം, ബാൽ താക്കറെക്കെതിരെയുള്ള റിപ്പോർട്ട്, അതായത് പാൻ ഇന്ത്യ മുഴുവനും ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്, മൈക്ക് പിടിച്ചുള്ള റിപ്പോർട്ടിംഗ് അല്ല. അവിടെ പോയി താമസിച്ചത് പഠിച്ച് മനസ്സിലാക്കി, പലപ്പോഴും അത് സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്, അതായത് അണ്ടർ കവർ ഓപ്പറേഷനിൽ കൂടാണ് ഇതെല്ലാം ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജാസ്മിൻ ഷായും കൂട്ടർ അറിയേണ്ട ഒരു സംഭവമുണ്ട്. 2001 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെൻറ്റിനെതിരെയാണ് ഈ സ്റ്റോറി ചെയ്യുന്നത്. എന്നിട്ട് വാജ്പേയി എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 7 റേസ് കോഴ്സ് റോഡിൽ വിളിപ്പിച്ചിട്ട്, ഇതൊക്കെ ഡോക്യുമെൻറ്റഡ് ആണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്ന സംഭവം. അപ്പം അദ്ദേഹം വിളിച്ചിട്ട് എനിക്കവിടെ കോഫിയും
ദോശയും, ഞാൻ മലയാളിയാണ്, സൗത്ത് ഇന്ത്യനാണ്, തന്നിട്ട് എന്നോട് ചോദിച്ചൊരു സംഭവമുണ്ട്. അന്ന് പാർലമെൻറ്റ് ഇങ്ങനെ ഇളകി മറിയുകയാണ്. അപ്പോൾ ഏത് രീതിയിലുള്ള അന്വേഷണമാണ് താങ്കൾക്ക് താല്പര്യം? കാരണം ഞാനാണിത് ചെയ്തിരിക്കുന്നത്. തരുൺ തേജ്പാലിൻ്റെ എഡിറ്ററായിരുന്നു, ചീഫ് എഡിറ്റർ. അനിരുദ്ധ് ബെഹ്ൽ എൻ്റെ എഡിറ്ററായിരുന്നു. ഞാനാണ് ഗ്രൗണ്ടിൽ ഈ സംഭവം ഉണ്ടാക്കിയെടുത്ത് സംഭവം ചെയ്തിരിക്കുന്നത്. എന്നോടാണ് ചോദിച്ചത്, താങ്കളാണെന്ന് ഇതൊക്കെ ചെയ്തത്, ഏത് രീതിയിലുള്ള അന്വേഷണം വേണം? കാരണം കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ പാർലമെൻറ്റിൽ അവരാവശ്യപ്പെടുന്ന പാർലമെൻ്ററി സമിതി അന്വേഷിക്കണം. അപ്പം ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞത്, കൈകൂപ്പിയാണ് പറയുക, കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അടൽ ബിഹാരി വാജ്പേയി. ആ സമയത്ത് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ ഇന്ത്യയിലില്ല. BJPക്ക് എതിരെയാണ് ഞാൻ ചെയ്തെങ്കിൽ അദ്ദേഹം നെക്സ്റ്റ് ഡേ കൊടുത്ത ഒരു പത്രപ്രസ്താവനയാണ്, ദൂരദർശനിൽ കൂടെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് ഐ ഓപ്പണറാണ്. അതായത് നമ്മൾ നോക്കിക്കാണാത്ത അതേപോലെയുള്ള കറപ്ഷനാണ് ഇന്ത്യൻ ഡിഫൻസുമായിട്ടും പൊളിറ്റിക്സുമായിട്ടും ബ്യൂറോക്രാറ്റ്സുമായിട്ടും നടന്നിരിക്കുന്നത്. ഇതിനെതിരെ നടപടിയെടുത്തേ മതിയാവും, അല്ലെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും ചോദ്യചിഹ്നമാണ്. അത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ദൂരദർശനിൽ കൂടെ, നിങ്ങൾക്കറിയാം ദൂരദർശനിൽ കൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്ന വളരെ വളരെ റെയറായിട്ടുള്ള സന്ദർഭത്തിലേ ഉള്ളൂ. പക്ഷേ ഈ സന്ദർഭത്തിൽ അതുണ്ടായി. അപ്പം അന്ന് അദ്ദേഹം എന്നെ വിളിച്ച് വളരെ കൺഗ്രാജുലേറ്റും എല്ലാം ചെയ്തിട്ട്, നീ നല്ലതാണ് ചെയ്തത് എന്ന് പറഞ്ഞ ഒരാളാണിത്. ജാസ്മിൻ ഷായ്ക്ക് അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. ഈ UNAയിൽ ഈ സമരം ചെയ്യുന്ന കുണാപ്പന്മാരെ, എല്ലാ നേഴ്സുമാരെയല്ല, ഈ സമരം ചെയ്യുന്ന കുണാപ്പന്മാർക്ക് ഇതൊക്കെ അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ, മമതാ ബാനർജിക്കെതിരെ ഏകദേശം 14 മന്ത്രിമാർക്കെതിരെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് കോടനാട്, ഞാൻ പറയും 10-90 ബിഗ് ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ഇന്ത്യയിൽ ആകമാനം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം മേജറായിട്ട് ഇത്രയും സ്റ്റോറി ഞാൻ പറയുന്നുള്ളൂ. ആ ചെയ്ത എന്നെ, അതായത് പാൻ ഇന്ത്യയിൽ ഇത്രമാത്രം സ്റ്റോർ ചെയ്ത എന്നെ മഞ്ഞപ്പത്രക്കാരൻ എന്ന് വിളിച്ചവൻ്റെ ബോധം എനിക്കറിയത്തില്ല, എത്രമാത്രം അവൻ്റെ ബോധമുണ്ടോ എന്നെനിക്കറിയില്ല. അതായത് ഹാർഡ് കോർ ജേർണലിസമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എൻ്റെ ജേർണലിസം എന്ന് പറയുന്നത് ഇന്നൊരു വീഡിയോ ചെയ്തു, അടുത്ത ദിവസം ആ വീഡിയോ മാറ്റി പറയുന്നു, 4-ാമത്തെ ദിവസം ഈ വീഡിയോ 2 കൂട്ടരെ പറ്റി മാറ്റി പറയുന്നു, വേറെ രീതി വീഡിയോ ആക്കുന്നു, അത് കഴിഞ്ഞ് 5-ാമത്തെ ദിവസം ക്ഷമ പറയുന്നു. അപ്പം അങ്ങനെ ചെയ്യുന്ന ആളെയാണോ ജാസ്മിൻ ഷായും കൂട്ടരും ഈ ഏറ്റവും വലിയ ക്രെഡിബിൾ ജേർണലിസം എന്ന് പറയുന്നത്? എൻ്റെ ചോദ്യമാണ്. ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചത് എങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും ആരെയാണ്. ഇനി എൻ്റെ കാര്യം നോക്ക്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോയോ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഞാൻ ആരോടെങ്കിലും ഇന്ന് വരെ അപ്പോളജി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലയോ? ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്താ പറയാത്തത്? കാരണം ഞാൻ ചെയ്ത് തെറ്റല്ല. ഞാൻ ഇവിടെ അണ്ടർ ടേബിൾ ട്രാൻസാക്ഷനിൽ പണം മേടിച്ച് സെറ്റിൽ ചെയ്യാൻ ഞാൻ പോയിട്ടില്ല. കാരണം എൻ്റെ കൺവിക്ഷനാണ് എൻ്റെ വീഡിയോ, എൻ്റെ കൺവിക്ഷനാണ് എൻ്റെ ജേർണലിസം, എൻ്റെ കൺവിക്ഷനാണ് എൻ്റെ ഗ്രൗണ്ട് സീറോയിലുള്ള എൻ്റെ റിപ്പോർട്ട്. അതാണ് ബേസിക്കായിട്ട്. കാരണം ഞാൻ ഈ പറയുന്ന ഒരാളുമായിട്ട് അൺഹോളി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കാത്തതിൻ്റെ കാര്യം എന്ത്? കാരണം ഞാനിത് ഇൻ പ്രിൻസിപ്പലായിട്ട് ബിലീവ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പല ഇൻ്റർനാഷണൽ ഏജൻസിക്കും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ മേജർ റവന്യൂ അവിടെ നിന്നാണ് വരുന്നത്. ഇത് ഞാൻ തമാശനെ സ്റ്റാർട്ട് ചെയ്ത, പക്ഷേ സീരിയസ് ആയിപ്പോയി. ആൾക്കാർ അതിനെ സീരിയസ് ആയിട്ട് കണ്ടു. അതിൻ്റെ പേരിലാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ സംഭവം ചെയ്യുന്നത്. കാരണം പ്രധാനമായിട്ടും ഗൾഫ്, മിഡിൽ ഈസ്റ്റേൺ, അവിടുത്തെ വാറാണെങ്കിൽ ഇറാൻ, ഇസ്രായേൽ, ഹമാസ്, അതുപോലെ അമേരിക്കൻ ഇലക്ഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ടോപ്പിക്കുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പല ആൾക്കാരും, സുഹൃത്തുക്കളും മറ്റ് പല ആൾക്കാരും എന്തുകൊണ്ട് ഫർദർ ഇത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ പല ആൾക്കാരും പറഞ്ഞു, ഞങ്ങൾക്ക് ഇതേപോലെയുള്ള ഇൻപുട്സ് പ്രവാസികൾ പറഞ്ഞു അവർക്ക് കിട്ടുന്നില്ല. മലയാളം മീഡിയയിൽ നിന്നാണ്, മറ്റുള്ള ഇംഗ്ലീഷ് മീഡിയയിൽ കിട്ടും, പക്ഷെ അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് താങ്കൾ ഇത് തുടരണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ മാത്രമാണ് ഞാനിത് ഫർദർ കണ്ടിന്യൂ ചെയ്യുന്നത്. മനസ്സിലാക്കുക, യൂട്യൂബ് അല്ല എൻ്റെ റവന്യൂ മോഡൽ എന്ന് പറയുന്നത്. എൻ്റെ റവന്യൂ മോഡൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പല ഇൻ്റർനാഷണൽ ഏജൻസിക്കാരുടെ പല
സാധനങ്ങളും പല ഇൻപുട്സുകളും പല ആൾക്കാരും എടുത്ത് കൊടുത്ത് അയക്കുന്നുണ്ട്. അത് ഞാൻ എഡിറ്റ് ചെയ്ത് എൻ്റെ രീതിയിലാക്കി അത് അയച്ച് അവർക്ക് കൊടുക്കും. അപ്പം അതാണ് എൻ്റെ മേജർ റവന്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്, ആരാധ്യനും ബഹുമാന്യനും മഹാനുമായ മിസ്റ്റർ ഷാ പറഞ്ഞു, അതായത് എന്നെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സത്യമാണ്. എന്തിനാ ജാസ്മിൻ ഷാ എന്നെ CBI അറസ്റ്റ് ചെയ്ത് താങ്കൾക്കറിയാം? 2001 ഞാൻ ഈ കേസ് പുറത്തു കൊണ്ടുവന്നു. അതിനു മുമ്പ് ഞാനൊരു സ്റ്റോറി ചെയ്തു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അവിടെ നടക്കുന്ന ഇൻസർജൻസിക്ക് ഫോറിൻ ഫണ്ടിങ് വരുന്നുണ്ട്. ഈ ഫണ്ടിങ് എന്ന് പറയുന്നത് പോകുന്നത് ടെറർ ആക്ടിവിറ്റീസിനാണ്. ഇത് ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം ഈ ഡോക്യുമെൻറ്റ്സായിട്ട് ബന്ധപ്പെട്ട് എനിക്കെതിരെ കൗണ്ടർ കേസ് ചെയ്തു. അതായത് തെഹൽക്കയ്ക്ക് ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹോം മിനിസ്ട്രിയിൽ അവരെനിക്കെതിരെ കൗണ്ടർ കേസ് ചെയ്തു. ഡയറക്റ്റ് മലയാളിയായിരുന്ന അന്നത്തെ ഹോം ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ഗോപാലകൃഷ്ണനാണ്, അയാളുടെ നേതൃത്വത്തിലാണ് ഈ കേസ് എനിക്കെതിരെ ഫയൽ ചെയ്യുന്നത് CBIയിൽ. അപ്പോൾ CBIയിൽ ആ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ, കാരണം ഞാൻ ട്രയൽ കോർട്ടിൽ പോയാൽ മതിയാവത്തുള്ളൂ. അപ്പോൾ ഈ കോർട്ടിൽ പോയി കഴിയുമ്പോൾ ചിലരുടെ കേസ്, അപ്പോൾ ഞാൻ ചില ഇടയ്ക്കേ പോകത്തുള്ളൂ. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് മൂന്നാം പ്രതിയാണ്. ഒന്നാമത്തെ പ്രതി 2 IAS, ഒന്ന് തോമസ് മാത്യു, മറ്റൊന്ന് നീരജ് കുമാർ. ഞാൻ മൂന്നാമത്തെ പ്രതിയാണ്. 4ാമത്തെ പ്രതിയാണ് അനിരുദ്ധ് ബെഹൽ. 5ാമത്തെ പ്രതിയാണ് തരുൺ തേജ്പാൽ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചിലരുടെ കേസ് അങ്ങ് തള്ളിക്കളഞ്ഞ് ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ, എന്നിട്ട് അപ്പം എൻ്റെ കേസ് ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. ഞാൻ ഒരു സർജറി ആയിട്ട് കിടക്കുമായിരുന്നു നാട്ടിൽ. അപ്പോൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഞാൻ അവിടുത്തെ കേസ് തള്ളിപ്പോയി. അപ്പം അതിൻ്റെ പേരിൽ ഈ തീസസാരി കോർട്ടിൽ ഞാൻ പോയില്ല 2 or 3 പ്രാവശ്യം. അതിൻ്റെ പേരിൽ എന്നെ വീട്ടിൽ നിന്ന് വന്നിട്ട് അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയി. അടുത്ത ദിവസം തന്നെ എനിക്ക് ഹൈക്കോർട്ട് ബെയിൽ തന്നു. എന്നിട്ട് ഹൈക്കോർട്ടിൽ ഞാൻ ഈ കേസ് ചലഞ്ച് ചെയ്തപ്പം ഹൈക്കോടതി എടുത്ത ഉത്തരവെന്ന് പറയുന്നത്, ജാസ്മിൻ ഷാ എന്ന് പറഞ്ഞ മഹാനുമായുടെ കൂടെ നിൽക്കുന്നവർ മനസ്സിലാക്കണം. എന്താണ് ഹൈക്കോടതി ചോദിച്ചതെന്നറിയാം താങ്കൾക്ക്? ചോദിച്ചൊറ്റ ചോദ്യമേ ഉള്ളൂ. അതായത് മാത്യു സാമുവൽ കൊണ്ടുവന്ന ഈ സംഭവം ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യുന്നു, ഇത് സത്യമാണ്, ഇത് ഗവൺമെൻറ് ഡോക്യുമെൻ്റാണ്. അതായത് നോർത്ത് ഈസ്റ്റുള്ള ഇൻസർജൻസിന് പണം വരുന്നു വിദേശത്തു നിന്ന്, അത് പോകുന്നത് ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസിനാണ്. എന്തുകൊണ്ട് ഗവൺമെൻറ് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല? അവിടെയാണ് CBI പെട്ടുപോയത്. ഇതാണ് ചരിത്രം. എൻ്റെ കേസ് അപ്പോഴേ തള്ളി കളഞ്ഞു. കാരണം ഇതൊരു ജേർണലിസ്റ്റ് ചെയ്യേണ്ട കേസാണ്, ഇത് പബ്ലിക് അറിഞ്ഞാൽ മാത്രമേ ഗവൺമെൻറ് ആക്റ്റീവ് ആകുകയുള്ളൂ എന്നാണ് അന്ന് ഹൈക്കോർട്ടിൻ്റെ സിംഗിൾ ബെഞ്ച് ഈ ജഡ്ജ്മെൻറ്റിനെ പറ്റി പറഞ്ഞത്. അത് ജാസ്മിൻ ഷായും കൂട്ടരും അറിയുക. ഇനി മറ്റൊരു സംഭവം, ജാസ്മിൻ ഷായെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഒരു യൂട്യൂബർ നടത്തിയ പ്രവർത്തനമുണ്ട്. കാരണം ക്ലീൻ ചിറ്റ് കൊടുത്തു. ഞാൻ അന്വേഷിച്ചു എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ക്രൈംബ്രാഞ്ചിൻ്റെ കേസ്, ഏകദേശം 3-3.5 കോടി രൂപ വെട്ടിച്ച കേസ്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരെ കേസുണ്ട്. ഈ കേസിൻ്റെ ചാർജ് ഷീറ്റ് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം, അതായത് മഹാനായ യൂട്യൂബർ പറഞ്ഞ് മുഴുവൻ കള്ളത്തരമാണ്. അതായത് ഇത് ഇൻ്റർനാഷണലായിട്ട് മണി സൈഫൺ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യക്ക് പുറത്തുനിന്നും അവിടുന്ന് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്ന സംഭവം കേരള പോലീസിനും ക്രൈംബ്രാഞ്ചിനും അന്വേഷിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഒരു നാഷണൽ ഏജൻസിയായ ED മറ്റുള്ള സംഭവങ്ങളാണ് ഈ മണി എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെപ്പറ്റി അന്വേഷിക്കുന്നത്. അവരുടെ റിപ്പോർട്ട് വരാനുള്ള താമസമേ ഉള്ളൂ. ജാസ്മിൻ ഷായ്ക്ക് കൂട്ടർക്കെതിരെ ഉള്ള സോളിഡായിട്ടുള്ള ചാർജ് ഷീറ്റാണ്. അപ്പം അതിനകത്ത് തന്നെ കൃത്യമായിട്ട് സംഭവം കോടതിയിൽ തെളിയുകയാണെങ്കിൽ ജാസ്മിൻ ഷായും കൂട്ടരും, അതായത് അയാളുടെ വൈഫ് ഉൾപ്പെടെയുള്ളവർ 10 മുതൽ 12 വർഷം വരെ കഠിന തടവിനായിരിക്കും ശിക്ഷിക്കാൻ. അതിൻ്റെ ഭാഗമായിട്ട് ഷായുടെ ഭാര്യ ഖത്തറിൽ നിന്ന് മുങ്ങി ന്യൂസിലാൻഡിൽ നേഴ്സാകാൻ പോകുന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷാ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഡൽഹി ബേസ്ഡ് ഈ പറയുന്ന പവർ കോറിഡോറിൽ കറങ്ങിയാകുന്ന ജേർണലിസ്റ്റാണ്. താങ്കളെ പറ്റിയുള്ള വിവരം എടുക്കാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് കിട്ടും. അത് ആദ്യം അങ്ങ് മനസ്സിലാക്കുക. അപ്പോൾ അതേപോലെ തന്നെ ജാസ്മിൻ ഷായുടെ കൂട്ടരുടെ പരിപാടിയുണ്ട്. എന്തിനു വേണ്ടി ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയുടെ സംഭവത്തിലോട്ട് വരുന്നു. ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്കെതിരെ ഇദ്ദേഹം നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട്, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ ചാർജ് ഷീറ്റിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അപ്പം അത് ഞാൻ തപ്പിയെടുത്തു. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ജാസ്മിൻ ഷായ്ക്ക് പണം വന്ന വഴി, അതായത് ക്രൈസ്തവ മാനേജ്മെൻറ്റിനെതിരെ സമരമുണ്ടാക്കാൻ വേണ്ടി ഒരു
വലിയൊരു ഹിഡൻ അജണ്ട. ഇതിനകത്ത് പറയുന്നൊരു സംഭവമുണ്ട് രസകരം. അത് ജാസ്മിൻ ഷായുടെ വായിന്ന് തന്നെ വരാൻ തുടങ്ങി. അബദ്ധവശാ കയറി വന്നത്. കാരണം മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ ഹോസ്പിറ്റലിൽ 50,000 രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് വളരെ കുറച്ചാണ് കൊടുക്കുന്നത്. അവർ സമരം ചെയ്ത് നേടി. ഇതാണ് ബേസിക്കലി നിങ്ങൾ ക്രൈസ്തവരായിട്ടുള്ള നേഴ്സിംഗ് ആൾക്കാർ മനസ്സിലാക്കേണ്ടത്. എവിടെയാണ് ഇവൻ ടാർഗറ്റ് ചെയ്യുന്നത്? അതായത് ഇവിടെ സമരം നടത്തിയിട്ട് ഇവിടെയുള്ള ആശുപത്രികളെല്ലാം ക്രൈസ്തവ മാനേജ്മെൻറ്റ് പൂട്ടിയിട്ട് ഈ സാലറി ഈ നേഴ്സിംഗ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ആ പേഷ്യൻസിനെ മുഴുവനും ഇവർക്ക് ഈ ഇസ്ലാമിക രീതിയിൽ ഇവൻ്റെ സമുദായം നടത്തുന്ന ആശുപത്രിയിലോട്ട് കൊണ്ടുവിടുക. ഇതാണ് ഇവൻ്റെ ഉദ്ദേശം. കാരണം ഇതിൻ്റെ പേരിൽ ഇവൻ ചില അത് മരമാക്രികളായിട്ട് UNAയുടെ കൂടെ നടക്കുന്ന നേഴ്സുകാർ മനസ്സിലാക്കുക, ഇവൻ നടത്തിയ മറ്റുള്ള പരിപാടികൾ മുഴുവനും ഒരു സ്റ്റേജ് ഡ്രാമയാണ്. ഇത് ഞാൻ മാത്രമല്ല പറയുന്നത്, ഈ പറയുന്ന ക്രൈം ബ്രാഞ്ചിൻ്റെ ഓഫീസർ പോലെ പറഞ്ഞു. കാരണം അവരുമായിട്ടെല്ലാം അണ്ടർ ടേബിൾ ട്രാൻസാക്ഷനാണ് ഇതിന് പല രീതിയിലും. എന്താണ് ട്രാൻസാക്ഷൻ? ഇവരുമായിട്ട് സെറ്റിൽ ചെയ്യുക. സെറ്റ് ചെയ്തിട്ട് അതിനെ അങ്ങ് മാറ്റി നിർത്തി ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ തോളിലോട്ട് കയറുക. എങ്ങനെയെങ്കിലും ഈ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അടപ്പിക്കുക. കാരണം ബിസിനസ് എന്നാൽ മാത്രമേ ഈ പറയുന്ന ഇവൻ്റെ സമുദായത്തിലുള്ളവർ നടത്തുന്ന ആശുപത്രികൾക്ക് ബിസിനസ് കിട്ടുകയുള്ളൂ. അങ്ങനെ ഗ്രാജുവലി ഈ പറയുന്ന ആൾക്കാർ അങ്ങോട്ട് പോവുകയും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അടച്ചു കൂട്ടുകയും ചെയ്യും. ഇതാണ് ഇവർ തമ്മിലുള്ള ഹിഡൻ അജണ്ട. ഇത് എന്നെക്കൊണ്ട് ഇത്രയും പറയിപ്പിക്കാൻ ഞാനിത് അന്വേഷിക്കാനും ഇട തന്നതിന് ജാസ്മിൻ ഷായ്ക്ക് വളരെ നന്ദിയുണ്ട്. ഇനിൻ്റെ ഫർദർ താങ്കൾ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുവാണെങ്കിലും താങ്കളുടെ അടുത്ത സുഹൃത്തായ അൺഹോളി റിലേഷൻഷിപ്പുള്ള താങ്കളെ ബ്രാൻഡ് ചെയ്ത, അതായത് ലോകത്തിലെ നേഴ്സിംഗ് ബോട്ട് ഫാർ താങ്കളെ ബ്രാൻഡ് ചെയ്ത ആ മഹാൻ വീഡിയോ ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്യും. ഒന്നും അറിയാവില്ല, ഞാൻ ആരെയും ത്രട്ടും ചെയ്തൊന്നുമില്ല, ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല ഇന്ന് വരെ ലോകത്ത്. പക്ഷേ ആലോചിക്കണം, ഞാനങ്ങനെ പുറകെ വിട്ടുമാറുന്ന കക്ഷിയൊന്നുമല്ല. ഞാൻ എൻ്റെ വീഡിയോയോ ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റോ ഏതെങ്കിലും ഒരു കോടതി പറഞ്ഞ് ഞാൻ ജീവിതത്തിൽ മാറ്റിയിട്ടില്ല. വേണമെങ്കിൽ കോടതി മാറിക്കണം, കോടതി വേണമെങ്കിൽ എന്നെപ്പറ്റി പറഞ്ഞ് മാറ്റിക്കണം, പക്ഷെ ഞാൻ മാറ്റില്ല. ഒരു കാര്യം എന്ത്, എനിക്കറിയാം എങ്ങനെ പോകണമെന്ന്. പിന്നെ ഇതേപോലെയുള്ള സംഭവം പറയുന്ന ആൾക്കാരോട്, അതായത് ഞാൻ ഇന്ത്യയിലെ പോലീസുകാരനെ പേടിച്ചോ കോടതിയെ പേടിച്ചോ ഞാൻ എവിടെ ഒളിവിൽ പോയിട്ടില്ല ലൈഫിൽ. കാരണം ഇന്ത്യൻ ലോയെയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും എനിക്ക് പൂർണ്ണമായിട്ടും അക്സെപ്റ്റഡാണ്. ഞാൻ നേരിടും, എനിക്ക് പേടിയൊന്നുമില്ല ആ കാര്യത്തിൽ ഒരുത്തനെ. കാരണം ഞാനത് ഒളിച്ചു പോകാനും എനിക്ക് താല്പര്യമൊന്നുമില്ല. എനിക്കറിയാം ഇതെങ്ങനെ നേരിടണം. അപ്പം അങ്ങനെയുള്ള ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോയും കോടതി പറഞ്ഞ് ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. കോടതി പറഞ്ഞ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിയിട്ടില്ല. ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി, മറ്റന്നാൾ 2 ദിവസം കഴിഞ്ഞ് ക്ഷമ പറഞ്ഞ് 4 വീഡിയോ ഉണ്ടാക്കി ബിയോസിനെ ഉണ്ടാക്കി ആ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. എന്താണ് അൺഹോളി റിലേഷൻഷിപ്പ് ആ യൂട്യൂബറുമായിട്ട്? നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആൾക്കാരെ കൊണ്ട് ഈ സാധനം സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം, അവരിത് കടന്നു പോകാം. കാരണം ഒരു പ്രവാസിന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നേഴ്സസ്. ഇതല്ലേ അതിൻ്റെ നിങ്ങൾ തമ്മിലുള്ള പ്രധാനമായ ധാരണ. ഞാൻ ഇന്ന് വരെ നിങ്ങളോട് ഏതെങ്കിലും നേഴ്സിംഗ് കമ്മ്യൂണിറ്റി ലീഡേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരോട് ആരോടെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടോ? ഒരാളെങ്കിലും ഞാൻ വന്നിട്ടുണ്ടോ? അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോൾ ഞാൻ പറയും ഇത് കുറച്ച് ആൾക്കാർ കാണണം. നിങ്ങളിത് കേരളത്തിലെ എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞപ്പോൾ, അതായത് കേരളത്തിലെ മറ്റുള്ള കാര്യങ്ങൾ, കേരളത്തിലെ സുഡാപ്പി ലോകത്തെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് നടക്കുന്നത്. ഇത് തീർത്തും പറയാം, ഈ പറയുന്ന ജാസ്മിൻ ഷാ ഒരു 100% വർഗീയ സുഡാപ്പിയാണ്. അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ടോ, അതായത് പാലയിലുള്ള ക്രൈസ്തവരാണ്, അവരെല്ലാം വർഗീയ മത തീവ്രവാദികളാണ്. അതാണ് ഇവൻ പറയുന്നത്. ഇതെല്ലാം കേട്ടിട്ട്, അതായത് ഇത് UNAയിലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവർ മനസ്സിലാക്കുക, നിങ്ങൾ ഇവൻ എന്നെപ്പറ്റി മഞ്ഞപ്പത്രക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എത്ര പേര് ഇവനോട് ചോദിച്ചു താൻ പറയുന്നത് തെറ്റാണ്? എത്ര പേര് ചോദിക്കാൻ സാധിച്ചു? ഞാൻ എന്താ പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന സംഭവം, അതായത് അതിൻ്റെ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ പേരൻസും എൻ്റെ ഗ്രാൻഡ് പേരൻസും നിങ്ങളുടെ പേരൻസും നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസും ഓരോ പള്ളികളൊക്കെ പണിയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. പണ്ട് നമ്മുടെ വീടുകളിലെ പിടിയരിയും മുട്ടയും അതും ഇതുമൊക്കെ പള്ളിയിൽ കൊണ്ടുപോയി ലേലം ചെയ്ത്
അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പള്ളിയൊക്കെ പണിതിരിക്കുന്നത്. അപ്പം എന്തിനാണ് നമ്മൾ അന്ന് നമ്മുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ ഇത്രയും പാടുപെട്ട് അവരുടെ ആദായത്തിൻ്റെ കൂടി പള്ളിയും ഈ സ്കൂളും ഇൻസ്റ്റിറ്റ്യൂഷനും ആശുപത്രിയൊക്കെ പണിതിൻ്റെ കാര്യം എന്തിനാണെന്നറിയോ? അതായത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനെ അടപ്പിക്കാൻ വേണ്ടി ഈ മതതീവ്രവാദിയായ ഹിഡൻ അജണ്ടയുള്ള ജാസ്മിൻ ഷായും കൂട്ടരും ശ്രമിച്ചാൽ ഞാൻ കണ്ണടച്ചുകൊണ്ടിരിക്കണം. അതാണ് നിങ്ങൾ പറയുന്നത്? അതാണോ UN-യിലുള്ള ക്രൈസ്തവരായിട്ടുള്ള നിങ്ങൾ പറയുന്ന ഉദ്ദേശം അതാണോ? അതേപോലെ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, ഇവനാണോ കേരളത്തിലെ നിങ്ങളുടെ നേഴ്സസിൻ്റെ കാര്യം അതിന് റിസൾട്ട് ഉണ്ടാക്കി തരുന്നത്? ഇവൻ വരുന്നതിന് മുമ്പ് ഇവിടെ കേരളത്തിൽ നേഴ്സസ് ഇല്ലായിരുന്നു. ഏറ്റവും മിടുക്കരായ നേഴ്സസ് കമ്മ്യൂണിറ്റി ഉള്ള ഒരു മലയാളി ക്രിസ്ത്യൻസാണ്, പെണ്ണുങ്ങളാണ്. അതിനുശേഷമാണ് പിന്നീട് ഹിന്ദുക്കൾ ഈ കമ്മ്യൂണിറ്റി വന്നത്. നിങ്ങൾക്കറിയോ എത്ര UN-യിലുള്ള എത്ര പേർക്കറിയാം? ഈ കോവിഡ് സമയത്ത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി, സ്പെഷ്യലി ജാസ്മിൻ ഷായുടെ കമ്മ്യൂണിറ്റി, മലയാളി ക്രിസ്ത്യൻ നേഴ്സുമാരെ പറ്റി അറ്റാക്ക് ചെയ്ത് നിങ്ങൾക്കറിയോ? ഞാനിത് വായിച്ചത്. എന്താ അറ്റാക്ക് ചെയ്ത്? അതായത് അപ്പിയും മലവും അത് ആ ജോലി, അതുപോലെ മലയാളി ക്രിസ്ത്യൻ സ്ത്രീകളുടെ മൊറൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഈ പറയാ ക്രാപ്പൻ എന്ന് പറഞ്ഞ് ഇവൻ്റെ കൂടെ നടക്കുന്നവന്മാരെ അടപ്പിക്കാൻ നടക്കുന്നവരെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന നേഴ്സിംഗ് കമ്മ്യൂണിറ്റിയാണ് കേരളത്തിൻ്റെ എക്കോണമിയുടെ ബാക്ക് ബോൺ. അവരില്ലായിരുന്നുവെങ്കിൽ ശ്രീൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇത്രമാത്രം മുമ്പോട്ട് വരാൻ പറ്റത്തില്ലായിരുന്നു. കേരളത്തിൻ്റെ എക്കോണമി മാറ്റിയെടുക്കുന്നവർ സുപ്രധാനമായ പങ്ക് വഹിച്ചവരാണ് ഈ പറയുന്ന നേഴ്സസ്. ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ചരിത്രം ഉൾപ്പെടെ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. അതായത് ഇവൻ്റെ അജണ്ടകൾ മനസ്സിലാക്കുക. അപ്പം ഇവൻ്റെ കൂടെ നടക്കുന്ന ഒരു അജണ്ട മനസ്സിലാക്കുക. നിങ്ങൾ ഈ ക്രിസ്ത്യൻ ഇത് ചുമ്മാതിയും പറയുന്ന മറ്റുള്ള ആശുപത്രി ഇയാളെ മഹാനായിട്ട് കാണിക്കുന്ന യൂട്യൂബറൊക്കെ പറയുന്ന അടിസ്ഥാനപരമായിട്ട് കള്ളമാണ്, പൂർണ്ണമായിട്ടും കള്ളത്തരവ്, കപടതയാണ്. അതായത് അതായത് അൺഹോളി റിലേഷൻഷിപ്പാണ് ഈ സംഭവം. ആരാണ് ഇയാളെ ബ്രാൻഡ് ചെയ്തത്? ഇത്രമാത്രം ഫ്രോഡായ ജാസ്മിൻ ഷാ ആരാ ബ്രാൻഡ് ചെയ്തത്? ആരാണ് ബ്രാൻഡ് ചെയ്തത്? ഈ പറയുന്ന യൂട്യൂബറാണ് ബ്രാൻഡ് ചെയ്തത്. എന്തിനാ ബ്രാൻഡ് ചെയ്തത്? ഈ പറയുന്ന നേഴ്സസിൽ കൂടെ പല സംഭവങ്ങൾ ഇയാൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതിനെപ്പറ്റി ഞാൻ ഫർദർ പറയുന്നുണ്ട്. ഇതൊക്കെ വരാനുള്ള സമയത്തായിരിക്കും ഉണ്ടായത്. അതേപോലെ കുറച്ച് കഴിയുമ്പോൾ കാണാം ഇയാൾ തന്നെ മുമ്പോട്ട് വന്നിട്ട് ക്ഷമയും ചോദിക്കും. അപ്പോൾ എവിടെയൊക്കെയാണ് അഡ്വാൻറ്റേജ്? അതൊരു വീഡിയോ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് തിരിച്ചൊരു വീഡിയോ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് മറിച്ചൊരു വീഡിയോ ഉണ്ടാക്കി, വീണ്ടും ക്ഷമ പറഞ്ഞ് 4 വീഡിയോ ഒറ്റ കണ്ടന്റ്. ഇതല്ല ഞാൻ പഠിച്ച ജേർണലിസം. ഞാൻ ഹാർഡ് ആൻഡ് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കും. അത് ഞാൻ പഠിച്ചാണ് പറയുന്നത്, അല്ല വിടുവാത്തരമല്ല ഞാൻ പറയുന്നത്. കാരണം ഞാൻ അയാളെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തിരിക്കുന്നു. കാരണം അടിസ്ഥാനപരമായിട്ട് എനിക്ക് അയാളെ തർക്കിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. വെറുതെ കയറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ കാര്യത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്നു. ഒരു കാരണവശാലും ഇതേപോലെ അജണ്ടയുമായിട്ട് വരുന്ന ഒരാളെ, അതായത് അയാളുടെ ഇൻട്രസ്റ്റ് എന്താ പ്രത്യേകിച്ച് പറയുക തന്നെ ചെയ്യാം, എന്താണ് അയാളുടെ ഇൻട്രസ്റ്റ്, അതുമായിട്ട് വന്നിട്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും സ്കൂളുകളും കോളേജുകളും ഹോസ്പിറ്റലും പൂട്ടാൻ നടക്കുന്ന ഇതേപോലെയുള്ള കാബാലികരെ ഒറ്റപ്പെടുത്തുവാൻ UN-യിലുള്ള ക്രിസ്ത്യനായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ളവരും ഒരുമിച്ച് നിൽക്കണം. നിങ്ങൾ ഒരിക്കലും ഇവനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറ്. ഇവൻ്റെ അജണ്ട വേറെയാണ്. അതായത് ഇവനറിയാം ഇവനെ പൂട്ടുമെന്ന്. അപ്പോൾ അവനെ വെള്ള തേക്കാൻ വേണ്ടി മറ്റൊരു യൂട്യൂബർ ശ്രമിക്കുന്നു, മറ്റു മീഡിയ ശ്രമിക്കുന്നു. അതിൻ്റെ കപടതകളാണ് ഓരോന്നായിട്ട് പൊളിഞ്ഞു വരുന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കപടത എന്ന് പറയുന്നത്, കള്ളത്തരം എന്ന് പറയുന്നത്, നിങ്ങൾ എത്രമാത്രം വെള്ള പൂശിയാലും അത് ഒരു ദിവസം വലിച്ചങ്ങ് കയറും. ഈ ജാസ്മിൻ ഷായും കൂട്ടരെ ഞാൻ ഒറ്റ വീഡിയോ ചെയ്തപ്പോൾ എന്ന് വലിച്ചങ്ങ് കയറിപ്പോയത്? കാരണം ഞാൻ പറഞ്ഞ ഡേറ്റയിൽ നിങ്ങൾ പറഞ്ഞതാ. ഞാൻ എവിടെയാണ് തെറ്റ് പറഞ്ഞേക്കുന്നത്? എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്? ഇവൻ്റെ അജണ്ട എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? കാരണം ഇയാൾ തന്നെ വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ താഴെയുള്ള കമൻറ്റ് നോക്ക്. ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത മറ്റൊരു മീഡിയക്കാരൻ, അയാളുടെ വീഡിയോയുടെ താഴത്തെ കമൻറ്റ് നോക്ക്. അപ്പോൾ ഇതിനകത്തൊക്കെ UN-കാർ പോലും ഇതിനെ എതിർക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത് വാലിഡ് പോയിൻ്റ് ഉണ്ട്. കാരണം അത് ഞാൻ അത് നിങ്ങൾക്ക് തർക്കിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫർദർ എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം ഇതിൽ കമൻറ്റ് ചെയ്യുക.
ഫർദറായിട്ട് ഞാൻ ഇതിനെപ്പറ്റി പലതും ഞാൻ പറഞ്ഞു തരാം. എനിക്കറിയാവുന്ന വിഷയം കാരണം ഞാൻ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇവൻ ആരാണ്, ഇവൻ്റെ ഫാമിലി എന്താണ്, ഇവൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്, ഇവനെന്നായിരിക്കും ഇവൻ കുടുങ്ങാൻ പോകുന്നത്, പൂർണ്ണമായിട്ട് ഇന്ത്യൻ ജയിലിൽ കയറാൻ പോകുന്നത്. അതായത് കൺവിക്ഷൻ കിട്ടി. കാരണം ആ കേസ് ഞാനൊന്ന് വായിച്ച് നോക്കി. സംഭവം ഇവനകത്ത് പോകുന്ന സംഭവം തന്നെയാണ്. അതിൻ്റെ പേരിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ഭാര്യയെ എവിടും ചുരുട്ടിക്കെട്ടി ഖത്തറിൽ നിന്ന് ന്യൂസിലാൻഡിലോട്ട് വിടാനുള്ള പരിപാടിയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന UN നേതാക്കളെ ഞാൻ ഇത്രയും പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ധൈര്യമുണ്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ, ചലഞ്ച് ചെയ്യാൻ. കാരണം നിങ്ങളത് കൊടുത്താൽ മാത്രമേ എനിക്കത് കോടതി പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ കോടതി പ്രൂവ് ചെയ്ത് വിജയിച്ച ഇന്ത്യയിലെ ചുരുക്കം ചില ജേർണലിസ്റ്റുകൾ ഒരാളാണ്. നിങ്ങളല്ലേ ഏത് കേസും നോക്ക്, എത്ര കേസ് 2G എടുക്കുക, ബൊഫേഴ്സ് എടുക്കുക, ഇതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല കോർട്ടിൽ. പക്ഷേ എൻ്റെ കേസുകളെല്ലാം ഞാൻ കോർട്ടിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ കേസുകൾ ശരിയാണ് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. അതിനെനിക്കൊരു സാഹചര്യം UN നേതാക്കൾ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യുക. ഞാൻ ഈ സംഭവങ്ങൾ ഓരോന്നായിട്ട് കോർട്ടിൽ പ്രൂവ് ചെയ്യാം. കാരണം ഇത് പ്രൂവ് ചെയ്താൽ കേരളത്തിൽ ഇവൻ്റെ കൂടെ നടക്കുന്ന ക്ണാപ്പൻ, ആ വാക്ക് നേഴ്സസിനെ മുഴുവൻ അല്ല, ഇവൻ്റെ കൂടെ നടക്കുന്നവരെ അവരെ ഇത് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങൾ എന്നോട് സഹകരിക്കണം.